എടോ ഈ ഓഫീസ് തുടങ്ങിയിട്ട് എത്ര നാളായടോ, ഒരു ഒറ്റ ഒരുത്തം പോലും ഇങ്ങോട്ട് കയറി വരുന്നില്ല. ബിസിനസ് ആണെങ്കിൽ ക്ലച്ച് പിടിക്കണില്ല. എനിക്കറിയാൻ പാടില്ലായിട്ടാണ്. ഭാര്യയുടെ കെട്ടുതാലി, പാദസരം, വീടിന്റെ ആധാരം, കിണറിന് പഞ്ചായത്ത് കിട്ടുന്ന ലോണിന്റെ കാശ്, ഇതെല്ലാം എടുത്തിട്ടാണ് ഞാൻ ഈ ഓഫീസ് തുടങ്ങിയത്. ഒരു ഒറ്റെണ്ണം കയറി വരുവല്ല, ബിസിനസ് ആണെങ്കിൽ മുമ്പോട്ട് പോകണമില്ല. ഈ പണ്ടാരം പിടിച്ച ഫോണാണെങ്കിൽ കേടായിട്ട് 6 ദിവസമായി. ഇതൊന്നും നന്നാക്കാൻ ഒരാളോട് വരാൻ പറഞ്ഞിട്ട് അവനെ കാണാനില്ല. ഞാൻ വിളിച്ചു പറഞ്ഞത് 2 ദിവസമായി. ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് ഇത് കെട്ടിയെടുത്തത് നന്നാക്കാൻ വേണ്ടിട്ട്. എന്റെ ബിസിനസ് പോക്ക, അത് ഉറപ്പാ. ഹലോ, അതെ 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 അയച്ചിരുന്നു, ഞങ്ങൾ അയച്ചിരുന്നല്ലോ. ഫ്രോഡ്സ് അല്ലേ ന്യൂയോർക്കിലേക്ക്? അത് 1.5 കോടിയുടെ ഞങ്ങൾ അയച്ചിരുന്നല്ലോ പ്രോൺസ്. ചെമ്മീൻ അയച്ചിരുന്നു. ഒരു മിനിറ്റ്. ഹലോ, പിന്നെ എന്താ വേണ്ടേ? മറ്റേ ഇല്ല, അതൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഷിപ്പിന്റെ അടി നമ്മളിപ്പോ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനേതാണ്ട് ഒരു 2000 5000 ക്രോഡ്സിന്റെ ഒക്കെ അടിയിൽ വരും അല്ലെ? അത്രയും വരും തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ്. അതെ, പിന്നെ നിങ്ങളന്ന് ചെക്ക് മടങ്ങി നിങ്ങൾ വിഷയക്കണ്ട. കാരണം നമുക്കിപ്പോ 4 കോടി 5 കോടി ഒരു വിഷയമുള്ള ടീമല്ലല്ലോ നമ്മള്. അതായത് ഇപ്പൊ നമുക്കിപ്പോ ഇഷ്ടംപോലെ ബാലൻസ് ഉണ്ട്, ബാങ്ക് ബാലൻസ്. അതെ, ഞങ്ങളിങ്ങനെ കോടികൾ ഇങ്ങനെ ഈ അക്കൗണ്ടന്റ് പോലും കണക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. കോടികളുടെ ആസ്തിയാണല്ലോ ഞങ്ങളുടെ കമ്പനിക്ക്. ഒരു മിനിറ്റ്. പിന്നെ മറ്റേ നമ്മുടെ ബിസ്ക്കറ്റ് കമ്പനിയുടെ ഏതാണ്ട് മന്ത്ലി ഒരു 2 lakhs rupees ലാഭം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഞാനതൊന്നും പോയി ശ്രദ്ധിക്കാറുണ്ട്, എനിക്ക് സമയമില്ല. പ്ലീസ് പോരടിക്കില്ല. ഒരു മിനിറ്റ്. പിന്നെ ഏക്കർ, പിന്നെ 65 ഏക്കറല്ലേ നമ്മുടെ റബ്ബറും തോട്ടം. അതൊക്കെ നിസ്സാര വിലക്ക് കൊടുത്തു കളഞ്ഞു. ഇല്ലെന്ന്, കാരണം നമ്മുടെ കമ്പനി മുമ്പോട്ട് പടിപടിയായി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് യാതൊരു പ്രോബ്ലംസും ഇല്ല. ക്രോഡ്സ് ആണ് ഞങ്ങളുടെ വരുമാനം, ക്രോഡ്സ്. അത് ഞാൻ എത്തിച്ചിരിക്കും. ഓക്കെ, ശരി എന്നാ. ഓക്കെ. കാർ ഞാൻ ബെൻസ് വിറ്റ് കളഞ്ഞത്. ബെൻസിന് ഏതാണ്ട് ഒരു 50 ലക്ഷം രൂപ. അതൊക്കെ എനിക്ക് പുല്ലാണ്. അതിന്റെ എന്തോ മെഡിലോബിളും കിട്ടിയോ ഡിഫറൻറ്റ് ഫ്രീ എന്തോ പോയിട്ട് ഞാൻ കാർ ഷെഡ് കെട്ടിട്ടിരിക്കുക. അത് പ്രശ്നമില്ല. കുഴപ്പമില്ല. ഓക്കെ. This is the last of the companies in the under section of the nationality. Okay? Yeah. Oh, thank you. നമ്മുടെ ഡീലേഴ്സ് ആണ്. ക്രോഡ്സിന്റെ ബിസിനസ് അല്ലേ നടക്കുന്നത്. എനിക്ക് പോലും തലക്ക് പോകരുത്. ഞാൻ ഈ ബിസിനസിന്റെ ഡീലിംഗ്സ് ആയതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അല്ല, ഇനിയിപ്പോ ഞാനിവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, എന്താണ് നിങ്ങൾ വന്ന ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും? അതല്ല, കംപ്ലൈന്റ്. നിങ്ങൾ ഈ ഫോൺ കേടായതും ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നല്ലോ. ഫോൺ കേടായെന്ന് പറഞ്ഞ കംപ്ലൈന്റ് കൊടുത്തില്ലേ? അപ്പൊ ഇനിയിപ്പോ എല്ലാം ഓക്കെ സ്ഥിതിക്ക് ഞാൻ നിൽക്കേണ്ടായിരുന്നു. ഞാൻ പോയിക്കോട്ടെ. അല്ല, എല്ലാം ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ എന്താ വരവേണ്ട ഉദ്ദേശം? ഞാനത് പറഞ്ഞില്ല. ഞാൻ ടെലിഫോൺ ഓഫീസിൽ നിന്ന് ഫോൺ നന്നാക്കാൻ വേണ്ടി വന്ന ആളാണ്. ശരി. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. ഓക്കെ. ടെലിഫോൺ ഓഫീസിൽ നിന്ന് ഫോൺ നന്നാക്കാൻ വേണ്ടി വന്ന എന്റെ ഫോൺ. जुगलबंदी എത്ര നേരം നിന്നെ ഞാൻ വിളിച്ചു കൂടി? ഞാൻ എത്ര നേരം ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയിട്ട്? എന്താടാ പരിപാടി? ഞാനകത്ത് അമ്മേനെ സഹായിച്ചോണ്ടിരിക്കുന്നതിന്. അമ്മേനെ സഹായിക്കുന്ന നല്ല മോൻ. എന്റെ അച്ഛന്റെ മോൻ തന്നെടാ. ആട്ടെ, അമ്മ എന്താ അകത്ത് പരിപാടി? അമ്മ ഭക്ഷണം കഴിക്കുന്നതിനും. അപ്പൊ ഭക്ഷണം കഴിച്ചോണ്ടാ നിന്റെ ഈ സഹായം? എടാ മോനെ, ഇങ്ങോട്ടോ. ഞാൻ ആരാ? അച്ഛേ. എന്റെ അച്ഛൻ ആരാ? അച്ഛേ. എന്റെ അച്ഛന്റെ അച്ഛൻ ആരാ? ഗോഡ് ഫാദർ. നിനക്ക് വിവരമില്ല. എടാ മോനെ, ഈ അച്ഛനും അച്ചാച്ചനും ഈ ഗോഡ് ഫാദറൊക്കെ പാരമ്പര്യമായി ചെയ്തു വരുന്ന തൊഴിൽ എന്താടാ? ബ്രോക്കർ പണി. എന്ത് ബ്രോക്കർ? കല്യാണ ബ്രോക്കർ. എടാ, ഈ കല്യാണ ബ്രോക്കർ എന്ന് പറഞ്ഞാ ചില്ലറ പണിയൊന്നും അല്ലടാ. നല്ലോണം കാശ് മറിയുന്ന പരിപാടിയാ. അച്ഛന്റെ ഒരു മോഹം എന്താണെന്ന് വെച്ചാല് അച്ഛന്റെ കാലശേഷം മോൻ ഈ പണി അങ്ങോട്ട് ചെയ്യണം. അച്ഛൻ മരിക്കുമല്ലേ? അറം പറ്റുന്ന വാക്കൊന്നും പറയല്ല. എടാ, നമ്മൾ പാരമ്പര്യമായി ചെയ്തു വരുന്ന ജോലിയാണല്ലോ. അപ്പൊ അച്ഛന്റെ കാലശേഷം മോൻ ചെയ്യണം അച്ഛനൊരു മോഹം. അല്ല, ചനക്കിനെ പറ്റി വലിയ വിവരമൊന്നും ഇല്ല. എടാ, ഇതിന് പ്രത്യേകിച്ച് വിവരമൊന്നും വേണ്ട. അതെനിക്ക് തോന്നി അച്ഛനെടുക്കുമ്പോ ഇതിന് വിവരം വേണ്ടി വരില്ല. അച്ഛനിട്ട് നീ ഇങ്ങനെ ഊതല്ലേ.
എടാ മോനെ അച്ഛാ. ഇതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയോ. ഒരു പെണ്ണിന് ഇപ്പൊ ഒരു ചെക്കനെ വേണം. ഒരു പെണ്ണിന് ഒരു ചെക്കനെ വേണം. ആ. ഒരു പെണ്ണിന് ഒരു ചെക്കനെ വേണ്ടേ? എങ്ങനെ? ഇത് പെണ്ണോ ആണോ? എന്റെ മോനെ നിനക്ക് പറ്റിയ ഒരു ചെക്കനോ പെണ്ണോ ഇതിനകത്തില്ല. ഇല്ല. അത് അപ്പൊ അച്ഛനെങ്ങനെ പെണ്ണിനെ കിട്ടിയേ? അതിന്റെ അമ്മക്കൊരു അബദ്ധം പറ്റിപ്പോയത്. അത് പോട്ടെ, നീ ഇത് കേക്ക്. അതായത് ഒരു പെണ്ണിന് ഇപ്പൊ ഒരു ചെക്കനെ വേണം. എന്താ വേണ്ട നമ്മള്? ഈ ചെക്കനെ കുറിച്ച് പെണ്ണിന്റെ വീട്ടുകാരോട് ഇങ്ങനെ പുകഴ്ത്തി അങ്ങോട്ട് പറയാ. അത് ശരി. അങ്ങനെ. നേരെ തിരിച്ചിട്ട് ചെക്കനെ പെണ്ണിനെ വേണ്ടെങ്കിൽ എന്താ വേണ്ടേ? പെണ്ണ് വീട്ടുകാരുടെ ഈ അച്ഛന്റെ ഒരു ബുദ്ധി മനസ്സിലായല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് തന്നെ അങ്ങ് തുടങ്ങിക്കളയാ അതിന്റെ ഉദ്ഘാടനം. ഇന്നുണ്ടോ? നമ്മള് നാനോട്ടല്ലേ, നാനോട്ടിന്റെ ചക്കന് വേണ്ടിട്ട് ഒരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ നീ ഒന്ന് വന്നിട്ട് പുകഴ്ത്തി എന്ത് ഞാൻ എന്ത് പറഞ്ഞാൽ നീ അങ്ങ് പോകത്തി പറഞ്ഞാൽ മതി. കേട്ടല്ലോ? അങ്ങനെ നീ പഠിക്കേ. ഒരു കാര്യം ചെയ്യാം, നീ വാട ഇന്ന് തന്നെ ശരിയാക്കി എടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഇതാ ആരും കാണാനില്ലല്ലോ. ഈ ചോന്ന പെയിന്റിൽ വൈറ്റ് വാഷ് ചെയ്തിട്ട് നല്ല രസമുണ്ടല്ലേ? അതെങ്ങനെയാ ചോന്ന പെയിന്റിൽ വൈറ്റ് വാഷ് ചെയ്യാ? എടാ വൈറ്റ് വാഷ് ചെയ്യാന്ന് പറഞ്ഞാൽ വെള്ളടിക്കല്ലേ? അപ്പൊ ഈ വെള്ളടിക്കുന്നതിന് വൈറ്റ് വാഷ് ചെയ്യാന്ന് പറയാ? വെള്ളടിക്കുന്നതിനല്ല, വെള്ളയടിക്കുക, കുമ്മായം പൂച്ചു. ഈ ഒരു കാര്യം ചെയ്യും. പിന്നെ ആദ്യമായിട്ട് നിന്നോട് പറയാനുള്ള എന്താന്ന് വെച്ചാല്, ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നമ്മൾ അവിടെയുള്ള ആൾക്കാരെ വളരെ ബഹുമാനപൂർവ്വം വേണം അഭിസംബോധന ചെയ്യും. നീ അയാളൊന്ന് ബഹുമാനപൂർവ്വം വിളിച്ചാൽ നാണു നബി. കക്ഷി അകത്തുണ്ട് കേട്ടോ. ഒന്നും കൂടി വിളിക്കും, കേട്ടിട്ടുണ്ടാവില്ല. ബഹുമാനത്തോടെ അതന്നെ. ഭാര്യയും മക്കളും എല്ലാം ഉണ്ടല്ലോ. കേട്ടിട്ടില്ല, ഒന്നുകൂടി ശരിക്ക് വിശാല. നമ്മളെ കൾച്ചർ അതന്നെ. അങ്ങനെയാ വേണ്ട. അതാ വിളിക്കണം. അത് പറഞ്ഞാ പോരെ. വരുന്നുണ്ട് ആള് കേട്ട്. ഇതാരേ വന്നിരിക്കുന്നത്? എടാ തന്നോടൊരു കാര്യം പറഞ്ഞു കുറെ കാലമായല്ലോ. താനോട് വഴിക്ക് കാര്യം പറഞ്ഞേപ്പിച്ചു ഒരു ആലോചന ഇങ്ങോട്ട് വരികയല്ലോ. തന്നടക്ക് എന്ത് വിശ്വസിച്ച് ഞാനൊരു കല്യാണക്കാരും പറയാ. എങ്ങനെയാണോ താനോട് മിണ്ടാത്തത്? എന്താ പറയാൻ ഇതൊക്കെ കൂടെ ഒരു കുരങ്ങൻ. ഇതെന്റെ അച്ഛനാ. ചെവി ലേശം കുറവാ. നമ്മൾ ഉറക്കെ പറഞ്ഞാലേ കേൾക്കുള്ളൂ. എടോ ഞാനൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞില്ല എന്റെ മോന് വേണ്ടിട്ട്. എന്തായി? അല്ല നാനോട്ടെ, നല്ല ഒന്നാന്തരം ഒരു പെണ്ണിനെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? അടിപൊളി പെണ്ണല്ലേ? ഞാൻ പറഞ്ഞോളൂ. അങ്ങനെ വെച്ചാല് പെണ്ണ് എന്ന് പറഞ്ഞാൽ തറവാട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. തറവാട് എന്ന് പറയുമ്പോ എന്താ തറവാട്? ഏക്കറ കണക്കിനല്ലേ സ്വത്ത്. വണ്ടിയിൽ അളന്നിങ്ങനെ കാണാനുണ്ട് സ്വത്തുക്കള്. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഇത് തന്നെ ഉറപ്പിക്കാം. അതെന്താ സ്വത്ത് മാത്രം മതി നിങ്ങൾക്ക്? അതുപോലെ പെണ്ണല്ലേ നമുക്ക് വേണ്ടേ? പെണ്ണിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പറയാനില്ല. പെണ്ണിന്റെ ഒരു മുഖം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞോളൂ. പറ. പെണ്ണിന്റെ മുഖം ഉണ്ടല്ലോ, എന്ത് നല്ല മുഖം. ഇത് എന്ത് രീതി? ജമ്മു കാശ്മീർ ഓറഞ്ചിന്റെ നിറ പെണ്ണിന്റെ മുഖം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് തന്നെ ഉറപ്പിക്കാം. നല്ലൊരു മുഹൂർത്തം കുറിച്ച് കല്യാണം നടത്താം. നാനോട്ടാ തീർന്നിട്ടില്ല. പെണ്ണിന്റെ ഒരു ചിരി, ആ ചിരി നിങ്ങൾ കാണണം. ഞാൻ പറഞ്ഞോളൂ. പെണ്ണിന്റെ ചിരിയുണ്ടല്ലോ, പഠിക്കട്ടെ. എന്തിനോടെ ഇത് ഞാൻ ഊഹിക്കുന്നത്? ഈ 10 ട്യൂബിലൈറ്റ് ഒന്നിച്ച് കത്തി വെച്ച പ്രകാശ പെണ്ണ് ചിരിച്ചാല് രാത്രി പകർക്കിട്ട സമയത്ത് ഇടവഴിയിലേക്ക് കൂടി ആൾക്കാർക്ക് നടന്നു പോകാൻ പെണ്ണിങ്ങനെ ചിരിച്ചു പിടിക്കുകയല്ലേ? ഈ പെണ്ണ് തന്നെ മതി. താനിങ്ങോട്ട് പറഞ്ഞാൽ മതി. നമുക്ക് എപ്പോഴും അങ്ങോട്ട് പോകണം. ഈ കല്യാണം എപ്പോൾ നടത്തും താനൊന്ന് പറഞ്ഞാൽ മതി. നാനോട്ടാ തീർന്നിട്ടില്ല. പെണ്ണിന്റെ ഒരു മുടി, അതാ നിങ്ങൾ കാണേണ്ടത്. ഞാൻ പറഞ്ഞോളൂ. തന്നെ പറയടാ. മുടിന്റെ കാര്യത്തില് ഓൾ ഉണ്ണിയാർച്ചന്റെ അമ്മായിയമ്മന്റെ മരുവോളായിട്ട് അങ്ങനെ കിടക്കല്ലേ മുടി നിലത്ത്. പെണ്ണ് കോളേജ് വിട്ട് വന്ന മുടിക്കെട്ട് പെണ്ണ് താങ്ങേണ്ടി വരൂല. അച്ഛനും ആങ്ങളെയും കൂടി ഇങ്ങനെ എടുത്ത് നടക്കല്ലേ പിന്നാലെ. ചിലപ്പോ അച്ഛനും നോക്കണം. ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് വാ. എടോ ഇങ്ങോട്ട് വാടോ. നമുക്ക് എപ്പോഴാന്ന് പറയും. നമുക്ക് അങ്ങ് പോയി കല്യാണം നടത്തി കഴിഞ്ഞപ്പോ അതിന് വെച്ച് താമസിപ്പിക്കണ്ടെന്ന്. ഏറ്റല്ലോ പക്ഷെ പറയുമ്പോ എല്ലാം പറയണല്ലോ നാളോട്ടാ. നമ്മൾ ഇത് ഈ കല്യാണത്തിനൊരു പ്രശ്നേ അല്ല, എന്നാലും നമ്മൾ പറയണല്ലോ. എന്താന്നറിയില്ല, ഒരു ചെറിയ ആരല്ലോ പേടിപ്പിച്ചെന്നോ പീഡിപ്പിച്ചെന്നോ പേപ്പറിലൊരു ചെറിയ ന്യൂസ് വന്നിരുന്ന ചെറിയൊരു. ഞാൻ പറഞ്ഞോളൂ. ചെറിയ പീഡനോ? എമ്മാതിരി വലിയ പീഡനോ അത്? 10-40 ആൾക്കാർ ഒന്നിച്ചല്ലേ പീഡിപ്പിച്ച്? 10-40 സ്ഥലത്തുനിന്ന്. അത് മാത്രം പേപ്പറിലെ ഫോട്ടോ ഒന്നും പറയണ്ട. ഇതൊക്കെ കഴിഞ്ഞിട്ട് പൊണ്ണൊരു വരവുണ്ട്. സഹാറ മരുഭൂമിന്ന് ഒട്ടകം വരും പോലെയല്ലേ വരും. जुगलबंदी मिक्स जुगलबंदी मिक्स जुगलबंदी